നിന്നാണെണ്ണ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. പക്ഷേ ഇത് പങ്കം തന്നെ അണ്ണ. കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. ചെല്ലക്കിളിയായത് കെട്ടിയതാ, അതാ കേസ് കേട്ടാ. കേസ് കേട്ടാടാ, കേസ് കേട്ടാ. എടാ മസാല എവിടാ? മസാല അടുക്കളയില്ല, മല്ലിപ്പൊടിയിട്ട് ഇപ്പുറത്തിരിപ്പുണ്ട്. ഏത് മസാലയുടെ കാര്യമാണ് നീ പറഞ്ഞത്? ചോദിച്ചെന്തോന്നു? മസാല എന്ന് പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് ഒരു മസാലപ്പടം ഇടാനാണ് പറഞ്ഞത്. അയ്യോ, പ്രായം എത്രയൊക്കെ ആയില്ലേ, നാണം ഉണ്ടാ? എന്താ നാണമില്ലെന്ന്? എന്റെ പ്രായത്തെ എന്റെ കാണുമ്പോ ഇങ്ങനെ പ്രായം തോന്നുമെങ്കിൽ എന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. അയ്യോ, മനസ്സിലായ? എന്തോന്ന് തിന്നുന്നത്? തിന്നുന്നതാ ഇത് എന്റെ മക്കള് കൊടുത്ത് വിട്ടതാണ്. ഈന്തപ്പഴവും ബദാമും. ഇപ്പൊ ഞാൻ 3 നേരവും ഈ ഈന്തപ്പഴവും ബദാമുമാണ് കഴിക്കുന്നത്. ഇനി എഴുതിയിലോട്ട് എണ്ണയും കൂടെ ഒഴിച്ചു വിടും. എനിക്ക് വലിയോടാ വികാരവും വിചാരവും ഒക്കെ. നിങ്ങളെ വികാരം ഞാൻ തീർത്ത് തരാം. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ വായി നോക്കി നിൽക്കാതെ നീ മറ്റേതൊന്നും ഇട്ട് തന്നെ. ഏത്? മസാജ് പടം ഒന്ന് ഇട്ടേടാ. മസാജ് പടവും? മസാലപ്പടം ഇടാനെന്ന്. അപ്പുറപ്പുറം ആളുണ്ട്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞേ. നീ ഒന്നും പറയണ്ട. എന്ത്? എന്റെ മക്കള് എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് മാത്രമാണ് നീ ഇവിടെ. ഞാനാണ് മെയിൻ ആർട്ടിസ്റ്റ്. ശരി ശരി, കേട്ടു. മനസ്സിലായോ? മനസ്സിലായി. നീ ആ മസാല ഒന്ന് വെച്ചാ. മസാല ഒന്നും വയ്ക്കണ്ട. നിങ്ങളെ രാവിലെ ആശുപത്രി പോയിട്ട് എന്തായി? ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്നെ 2-2.5 മണിക്കൂർ പരിശോധിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു? പരിശോധിച്ചപ്പോ അദ്ദേഹം പറയാണ്, രോഗം കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ചിലപ്പം അമിത മദ്യപാനം മുഖേനയായിരിക്കുമെന്ന്. എന്നിട്ട് മാമ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോൻ ഒരു കാര്യം ചെയ്യ്, തല തണുക്കൊന്ന് പോയി കുളിച്ചിട്ട് 1 ഗ്ലാസ് മോര് കഴിക്ക്, കെട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്നെ വിളി, ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മാമ, മാമന്റെ കുടി കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ കുടി കാരണം? മാമന്റെ കുടി അതായിരുന്നു. ഞാൻ വിചാരിച്ചു നീ പുള്ളി ലെക്ക് കെട്ടിരുന്നതുകൊണ്ടാണ് എന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നാളത്തേക്കുള്ള മരുന്ന് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? ഞങ്ങള് ഒരു പട്ടിയെ മേടിച്ച്. പട്ടിയെ മേടിച്ചാ? അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം. പട്ടിയെ മേടിച്ചാ? പട്ടിയെ മേടിച്ച്. ഏത് പട്ടിയാടാ? ഡാഷ്. നല്ല പട്ടിയാണ്. വീട്ടിൽ പട്ടണം തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഡാഷ് ആകുമ്പോ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അതിന് പേര് 2 വരത്തില്ല. എന്താ? നമുക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച് അതിനെ പേര് വിളിക്കാം. ഈ ഡാഷ് എന്നുള്ള ഭാഗം പൂരിപ്പിച്ചിട്ട് എന്ത് പേര് വേണേലും ചേർത്ത് വിളിക്കാം. എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ അവനെ ഇങ്ങോട്ട് വേണം ഡാഷ് മോനെ എന്ന് ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെയാണോ? പക്ഷെ ഞങ്ങളെ വണ്ടിക്ക് അങ്ങനെ പോരാ, നല്ലൊരു പേര് വേണം മാമ. നല്ല പേരെന്ന് പറയുമ്പോ കൈസറെന്നോ ടിപ്പുവെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട. ഇപ്പൊ പിള്ളേരുടെ പേരൊക്കെ പട്ടിക്ക് ഇടാറുണ്ട് സ്വാഭാവികമായിട്ട്.